വിദേശയാത്ര പോകുന്ന ഓസ്ട്രേലിയക്കാർക്ക് ഇനി ടിക്കറ്റ് മാത്രം പോരാ. സർക്കാർ ചുമത്തുന്ന പുതിയ ചെലവും കയ്യിൽ കണക്കാക്കേണ്ടി വരും. പാസഞ്ചർ മൂവ്മെന്റ് ചാർജ് ഉയർന്നതോടെ യാത്രാ ചെലവ് കൂടുമ്പോൾ ടൂറിസം മേഖലയിലും അതിന്റെ ചൂട് കയറുകയാണ്. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്ന് സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2026-27 ഫെഡറൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ നികുതി വർധനവിനെ തുടർന്ന് ഓസ്ട്രേലിയയിൽ നിന്നും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇനി കൂടുതൽ ചിലവ് വഹിക്കേണ്ടി വരും. പാസഞ്ചർ മൂവ്മെന്റ് ചാർജ് അഥവാ PMC ഒരാൾക്ക് $70 നിന്നും $80 ഉയർത്താനാണ് ഫെഡറൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ നിരക്ക് 2027 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഓസ്ട്രേലിയയിൽ നിന്നും വിമാനമാർഗമോ ക്രൂയിസ് കപ്പലിലൂടെയോ വിദേശത്തേക്ക് പോകുന്ന എല്ലാ യാത്രക്കാർക്കും ഈ ചാർജ് ബാധകമാണ്. സാധാരണയായി യാത്രാ ടിക്കറ്റിന്റെ നിരക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ പല യാത്രക്കാരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കാറില്ല. പുതിയ വർധനവോടെ 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ടിക്കറ്റിനൊപ്പം മാത്രം $320 വരെ PMC നൽകേണ്ടി വരും. ഫെഡറൽ സർക്കാരിന്റെ ഈ തീരുമാനത്തെ ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ട് ഫോറം വിമർശിച്ചു. ഇന്ധനവില വർധനയും പ്രവർത്തന ചെലവിലെ കുതിച്ചോട്ടവും മൂലം ടൂറിസം മേഖല ഇതിനകം സമ്മർദ്ദത്തിലാണെന്നും ഈ നീക്കം വിദേശയാത്രകൾ കൂടുതൽ ചിലവേറിയതാക്കുമെന്നും സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് മാർജി ഓസ്മൺ പറഞ്ഞു. അതേസമയം പുതിയ PMC വർധനയിലൂടെ അടുത്ത 5 വർഷത്തിനിടെ സർക്കാരിന് ഏകദേശം $755 മില്യൺ അധിക വരുമാനം ലഭിക്കുമെന്നാണ് ബജറ്റ് രേഖകൾ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയക്കാരുടെ വിദേശയാത്രകളെയും രാജ്യത്തേക്കുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരത്തെയും ഈ തീരുമാനം എത്രത്തോളം ബാധിക്കുമെന്ന് വരും മാസങ്ങളിലെ കണക്കുകൾ വ്യക്തമാക്കും. സ്മിത നായർ, 24 ഓസ്ട്രേലിയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.